അന്ന് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ സ്വർഗീയ ആനന്ദത്തിന്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിന്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും. ലഹരിയിൽ മുങ്ങി ജീവിതത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയമുള്ളവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരിൽ ചിലർ ഉയിർത്തെഴുന്നേറ്റു. വീണ്ടും വർണ്ണങ്ങൾ വിരിയിച്ച് ആ ജീവിതങ്ങൾ ഇതാ നമ്മുടെ മുൻപിൽ. ജോപ്പൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. കുറേ കാലങ്ങളായിട്ട് ജോപ്പൻ ഈ രംഗത്തേക്ക് വന്ന് മാനസാന്തരപ്പെട്ടതിൽ വളരെ അത്ഭുതം തോന്നുന്നുണ്ട്. ജോപ്പൻ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ വളരെയധികം മോശമായിട്ട് നടന്ന ഒരു വ്യക്തിയാണ്. ഞാനിവിടെ ഒരു കടയായിട്ടിരിക്കുകയാണ്. എൻ്റെ കടയിൽ വന്ന് വളരെയധികം സാധനങ്ങൾ മുറുക്കാൻ മറ്റുള്ള സാധനങ്ങളെല്ലാം മേടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവൻ്റെ ചെറുപ്പകാല ജീവിതം മദ്യപിച്ചും ദുർനടപടികൾ നിറഞ്ഞ ഒരു വ്യക്തിയാണ്. ഈ ജോപ്പൻ എന്ന വ്യക്തി നമ്മുടെ ഈ നാട്ടിലെ ഈ ബസ് സ്റ്റാൻഡിലെ കള്ളുകുടിയനായിട്ടും രാഷ്ട്രീയ പ്രവർത്തനമായിട്ടും അടിയും പിടിയും ബഹളങ്ങളായിട്ടും നടന്ന ഒരു വ്യക്തിയായിരുന്നു. ജോപ്പൻ എന്ന് പറഞ്ഞാൽ തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഒത്തിരി അടിപിടി കേസിലുമൊക്കെ പ്രതിയായിരുന്നു. ഇടക്കാലം കൊണ്ട് പുള്ളി അതെല്ലാം നിർത്തി നല്ല രീതിയിൽ ഇപ്പം ഒരു കുഴപ്പവുമില്ലാതെ നല്ലവനായിട്ട് ജീവിച്ച് കാണുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തപ്പെട്ട് ആത്മീയമായ രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുകയും ചെയ്യുകയാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൺവെൻഷൻ നടന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മാനസാന്തരപ്പെടുകയും ഒരു നല്ല മനുഷ്യനായി ഇന്നിപ്പോൾ അദ്ദേഹം ജീവിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം വെള്ളമൊന്നും അടിക്കുന്നില്ല. നല്ല ജീവിതത്തിലൊരു 10-20 വർഷമായിട്ട് വന്നിരിക്കുന്നു. എൻ്റെ പേര് ജോപ്പൻ കളത്ര എന്നാണ്. എൻ്റെ വീട് കോട്ടയം അടുത്ത് പരിപ്പെന്ന് പറയുന്ന ദേശത്താണ്. എൻ്റെ വീട്ടിൽ അമ്മയും എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞാൻ 48 വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ ഭക്തസംഘടനയുടെയും നേതൃത്വം വഹിച്ചു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ചെറുതായ രീതിയിൽ മദ്യപാനം, പുകവലി അങ്ങനെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. ആ ശീലം വർദ്ധിച്ചു വന്നപ്പോൾ മുന്നോട്ട് ഭയങ്കരമായൊരു മദ്യത്തിന് ഞാൻ അടിമയായി മാറി.
അങ്ങനെ മദ്യപിച്ച് വളരെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി മുന്നേറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ബീഡി വലി അതിശക്തമായി. ബീഡി വലിച്ചുകൊണ്ട് ഞാൻ മാജിക്ക് കാണിക്കും. കാരണം കയ്യെ കൂടെ ഇങ്ങനെ പുകയൊക്കെ വിട്ട് കാണിക്കുന്ന ഒരു പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സമാധാനം വീട്ടിലില്ല. കാരണം ഫാദറും ഭയങ്കര മദ്യപാനത്തിന് അടിമ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ തകർച്ചയിലേക്ക് ഞങ്ങളുടെ കുടുംബം പോവുക. അപ്പോൾ ഈ തകർച്ചയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അത് അന്വേഷിച്ചപ്പോഴാണ് കൂടോത്രോ മന്ത്രവാദത്തിൻ്റെയൊക്കെ പുറകെ ഞാൻ പോയി. കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും പുറകെ പോയി. അവിടെയൊന്നും സമാധാനം കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ 1995 എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവിനെ തന്നെ കുത്തിക്കൊല്ലാൻ ഞാൻ പിച്ചാത്തി എടുത്തു. ആ പിച്ചാത്തി എൻ്റെ കയ്യെ കൊണ്ട് തന്നെ മുറിഞ്ഞു. അപ്പോൾ ബ്ലഡ് ഓവറായിട്ട് ബ്ലീഡ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ശ്രമം പരാജയപ്പെട്ടു. ഞാനെടുത്ത പിച്ചാത്തി എൻ്റെ കയ്യെ കൊണ്ട് മുറിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് പണി നടക്കുകയാണ്. എനിക്ക് സ്വന്തം വീട്ടിലോട്ട് കയറാൻ മേലാതെ സ്ഥിതി വന്നപ്പോൾ ഞാൻ ആ സിമൻറ്റ് ഗോഡൗണിൽ പോയി കിടക്കുകയായിരുന്നു. ചൊവ്വാഴ്ച സംഭവിച്ചു. ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച രാത്രി ഒരു ചിന്ത തോന്നി, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് പോയി കളയാം. അങ്ങനെ ഞായറാഴ്ച കോട്ടയത്ത് നിന്ന് ഡിവൈനിലേക്ക് വണ്ടി കയറി. തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ വന്ന് അച്ഛൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. അച്ഛൻ വളരെ ഗൗരവമായി കരങ്ങൾ ഉയർത്തി അച്ഛൻ പറയുകയാണ്, മദ്യപാനി നീ ഒരിക്കലും സ്വർഗം പ്രാപിക്കുകയില്ല. അപ്പോൾ അച്ഛനത് പറഞ്ഞ സമയം എന്തെന്നറിയില്ല, എൻ്റെ ചങ്കിലേക്ക് എന്തോ വന്ന് കൊണ്ട് കയറിയിട്ട് ഈ ഹൃദയമെല്ലാം പിളരുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക. എന്നെ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി, വേർക്കാൻ തുടങ്ങി, ഭയങ്കര അസ്വസ്ഥതകൾ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങി. പിന്നെ അച്ഛൻ വീണ്ടും വചനങ്ങൾ പറയുകയാണ്. സങ്കീർത്തനം 39:11 പാപം മുഖാന്തരം നിന്നെ ശിക്ഷിക്കുമ്പോൾ നിനക്ക് പ്രിയങ്കരമായതിനെയെല്ലാം കീടത്തെ പോലെ നശിപ്പിക്കും. വീണ്ടും വചനം കേൾക്കുന്നുണ്ട്. സങ്കീർത്തനം 107:17 പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി. ഞാൻ മദ്യം ഇങ്ങനെ വെറും വയറ്റിലൊക്കെ കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ അൾസർ രോഗിയായിരുന്നു. ഒമോസ് എന്ന് പറയുന്ന ഗുളിക വെറും വയറ്റിൽ കഴിച്ചുകൊണ്ടിരുന്ന ആളുമാണ്. അപ്പം ശാരീരികമായിട്ട് ഞാൻ വളരെ തകർന്നുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ വചനങ്ങളൂടെ കേട്ടപ്പോൾ എൻ്റെ പാപത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് ആ വചനം ശക്തിയായി കയറാൻ തുടങ്ങി. അങ്ങനെ പിന്നെയുള്ള ഓരോ ശുശ്രൂഷകളിലുള്ള വചനം കേട്ടപ്പോൾ ഞാൻ ഓരോ വചനങ്ങൾ കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഒരു തീരുമാനമെടുക്കുക. എനിക്ക് അനേക നാനാജാതി മതസ്ഥരായ എൻ്റെ പ്രായത്തിലുള്ള സ്നേഹിതരുണ്ട്. എൻ്റെ ഒപ്പം പല വിധത്തിലുള്ള തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇഷ്ടത്തിന് പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക. കർത്താവേ, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ച് മരിക്കും. എന്നെപ്പോലെയുള്ള മദ്യത്തിന് അടിമയായ വ്യക്തികളെ നിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്നൊരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, പിന്നെയാണ് വചനം മനസ്സിലായത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു വചനമുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലുമുണ്ട്, എല്ലാ സുവിശേഷങ്ങളിലുമുണ്ട്. യേശു നോക്കുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്ന അനുഭവം.
ആ കഴുതയെ നിങ്ങൾ പോയി അഴിച്ചുകൊണ്ട് വരുവൻ, എനിക്കതിനെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പല ബന്ധനത്തിൽ കെട്ടപ്പെട്ട് കിടന്ന എന്നെ യേശു അഴിച്ചു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച്. ഞാൻ ധ്യാനം കഴിഞ്ഞ് മടങ്ങി ഭവനത്തിലേക്ക് വന്നു. എൻ്റെ പിതാവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് ഞാൻ മാപ്പ് ചോദിച്ചു. എൻ്റെ പിതാവ് എന്നെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. എൻ്റെ പിതാവും ഞാനും ഒപ്പം കരഞ്ഞു. ധൂർത്തപുത്രൻ മടങ്ങി വന്ന അതേ അനുഭവം ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം തന്നു. നിയമാവർത്തനം 28 അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പം കാണാം, കർത്താവിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കാതെ ഒരുവൻ ജീവിച്ചാൽ അവൻ ആ ദേശത്ത് അവൻ്റെ കുടുംബത്തിൽ സകല പ്രവൃത്തികളിലും അവൻ ശബ്ദനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനടിമയായി ഞാൻ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്ക് സമാധാനം മദ്യമാണ് തരുന്നതെന്ന് ചിന്തിച്ചു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ, ആ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ, എൻ്റെ കുടുംബത്തിൽ വന്നപ്പോൾ എനിക്ക് ഈ ലോകം തരാത്ത സമാധാനം യേശു തന്നു. ആ സമാധാനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന എൻ്റെ അമ്മ, സന്തോഷത്തോടെ ജീവിക്കുന്ന എൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത മോൻ ജോബിൻ, ഇളയമൻ ജിബിൻ. ഞങ്ങൾ 2000-ലാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അന്ന് പ്രവേശിച്ചതിനേക്കാൾ ഏറെ സ്നേഹത്തോടെ ഇന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് 2016-ലും ജീവിച്ചു വരുന്നു. ഇതിൻ്റെ കാരണം യേശു മാത്രമാണ്. എൻ്റെ പേര് ബെറ്റി. ഞങ്ങളുടെ വിവാഹം 2000-ലായിരുന്നു. ഞങ്ങൾ അന്ന് മുതൽ സന്തോഷമായി തന്നെ ജീവിക്കുന്നു. ജോപ്പച്ചനെക്കുറിച്ച് അതിനു മുമ്പ് ചീത്തയായ രീതിയിലാണ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ മുതൽ ആളെ ഏറ്റവും നല്ല ഡീസൻ്റായിട്ടുള്ള ആളെ തന്നെയാണ് എനിക്ക് എൻ്റെ ദൈവം കൂട്ടിച്ചേർത്ത് തന്നത്. ജോപ്പച്ചൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് തന്നെ അനുഗ്രഹിച്ചാണ് വിടാറുള്ളത്. ഞങ്ങൾ ശുശ്രൂഷ സമയത്ത് തന്നെ വിളിച്ച് പറയുമ്പോഴും ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് ഞങ്ങൾ മക്കളൊത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. പിന്നെ ഞങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ നല്ലപോലെ തന്നെ പഠിക്കുന്നു. അവർക്ക് വേണ്ടി ജോപ്പച്ചൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ജോപ്പച്ചൻ ഭംഗിയായി നിറവേറ്റിയിട്ട് തന്നെയാണ് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തന്നെ ഇന്ന് വരെ ദൈവം നിലനിർത്തിയിരിക്കുന്നു. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ഞാൻ പരിപ്പ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. അവിടെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ജോബനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പിന്നെ ഞങ്ങൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ജോബനെ അച്ഛനെയും വല്യപ്പച്ചനെയും അങ്ങനെ തലമുറകളായിട്ട് ഞങ്ങൾ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ജോബച്ചനെ ക്ലാസ്സിൽ വളരെ കുഴപ്പമുള്ള ആളായിരുന്നു. പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അത് മറ്റു പല മോശമായ കൂട്ടുകെട്ടുകളിലേക്ക് പലപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ട്. മദ്യത്തിനും ഒരു പരിധിക്കപ്പുറത്ത് അടിമയായിരുന്ന ഒരാളാണ് ജോപ്പച്ചൻ. അപ്പോൾ അവിടെ പഠിച്ച് പുറത്തിറങ്ങിയിട്ടും മോശമായ കൂട്ടുകെട്ടുകളിൽ പലയിടത്തും പോകുന്നതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. പല വഴക്കുകളിലും പല പിടിയൊക്കെ അകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മോശമായ വളരെ വിഷമം തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. എപ്പോഴും ഏത് വഴക്കിനും അതിന് മുൻപന്തിയിലും ബഹളം വെച്ച് നിൽക്കുന്ന ആളായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ധ്യാനത്തിനൊക്കെ കൂടി ഒരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ട് വന്നപ്പോഴത്തേക്ക് പഴയ ആളിൽ നിന്നും
തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം നമുക്ക് ആ മുഖത്ത് ആ ആളിൽ കാണാൻ സാധിച്ചു. യേശുക്രിസ്തുവിലായിരിക്കുന്നതും പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി എന്ന തിരുവചനം ജോബജിനിൽ പൂർത്തിയായി. അതിനാൽ റോമലേഖനം 8:30 പറയുന്നുണ്ട്, മുൻകൂട്ടി നിശ്ചയിച്ച് വിളിച്ച് നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി എന്ന വാക്ക് ജോബജിൽ നിറവേറിയിട്ടുണ്ട്. ജോബജിൻ ഇവിടെ കേരളത്തിൽ മിക്ക സ്ഥലത്തുകളും പോയി വചനം പറയുകയും ധ്യാനിപ്പിക്കുകയും പല മദ്യപാന്മാരെയും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് യോഹന്നാൻ 13 പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു എന്നല്ലാതെ എവിടെ നിന്ന് വരുന്നു എന്ന് അറിയുന്നില്ല. അതുപോലെ പുതിയ മനുഷ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കും അറിയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാറ്റ് പോലെ, അത് എവിടെ നിന്ന് വരുന്നോ എങ്ങോട്ട് പോകുന്നു നമുക്കറിയാൻ പറ്റില്ല. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ ജോബജിനൊരു പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അതെങ്ങനെയൊക്കെ പ്രവർത്തനം അറിയാനില്ല, പുതിയ സൃഷ്ടിയായി വചനങ്ങൾ പഠിച്ച് ബൈബിൾ മുഴുവൻ പഠിച്ച് അതെങ്ങനെ പറയേണ്ട അവസരം കിട്ടുന്നിടത്തൊക്കെ പ്രഖ്യാപിച്ച ഒരു മകനായി രൂപാന്തരപ്പെട്ടു. അപ്പോൾ ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ജോബജിനിൽ കൂടി അനേകം ആൾക്കാരെ യേശുവിനെ അറിയുവാനും യേശുവാണ് രക്ഷകനെന്ന് മനസ്സിലാക്കുവാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഫാദർ മാത്യു പതിയിൽ. ഞാൻ കോട്ടയം അതിരൂപതയിലെ സെൻറ്റ് ആൻ്റണീസ് കത്തോലിക്ക പള്ളിയിലെ വികാരിയാണ്. ഏകദേശം 1 വർഷമായി വികാരിയായിട്ട് ഇവിടെ സേവനം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ ജോപ്പനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അധികം അടുപ്പമില്ല. പക്ഷേ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പല പ്രാവശ്യം അദ്ദേഹവുമായിട്ട് സംസാരിക്കുവാനും ഇടപെടുവാനും സാധിച്ചു. പക്ഷെ അതിലുപരി ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം എന്നുള്ള ആ ഒരു വചനം, അത് വളരെ അന്വർത്ഥമാണ്. പ്രത്യേകിച്ചും ജോപ്പൻ്റെ 2 കുഞ്ഞുങ്ങൾ പഠിച്ചത് ഞാൻ പ്രിൻസിപ്പളായിരിക്കുന്ന സ്കൂളിലാണ്. ആ കുട്ടികളെ കഴിഞ്ഞ 3 വർഷക്കാലം അടുത്തറിയുവാനും ആ കുഞ്ഞുങ്ങളുടെ നന്മ, അത് ജോപ്പൻ്റെ നന്മയാണ് കുഞ്ഞുങ്ങളിലൂടെ പ്രതിഫലിച്ചതെന്ന്, ആ കുടുംബത്തിൻ്റെ നന്മയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ വരുമ്പോൾ ഉള്ള അവരുടെ പ്രകടനങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട്, പ്രത്യേകിച്ചും മൂത്ത കുട്ടി ജിബിൻ, എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും, ദൈവിക വസ്തുക്കളോടും വിശുദ്ധ ദേവാലയത്തോടുമുള്ള അവൻ്റെ ഭക്തി, അനിയനുമാണെങ്കിൽ അതേപോലെ തന്നെ അൾത്താരയിൽ കയറുവാനുള്ള അവരുടെ ആഗ്രഹം, ഇതൊക്കെ അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് കിട്ടിയതാണ്, കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ജോപ്പന് കത്തോലിക്ക വിശ്വാസം കൂടുതൽ ദൃഢമായിട്ട് ഏറ്റുപറയാനായിട്ടൊരു തീക്ഷ്ണത, അത് ജോപ്പനിലുള്ളതായിട്ട് എനിക്ക് ഈ കഴിഞ്ഞ 2-3 മാസക്കാലം കൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചു. പ്രത്യേകിച്ചും ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആശങ്ക, വിശുദ്ധ കുർബാന മധ്യേ ഇവിടെ ഒരു സാധാരണ കോൺസിക്രേഷൻ കഴിയുമ്പോൾ വിശുദ്ധ കുർബാന മധ്യേ ആളുകൾ ഇരിക്കുന്ന ഒരു ശീലമുണ്ട്. കാരണം അന്ന് ലോങ് പ്രേയേഴ്സാണ്, പ്രാർത്ഥനകൾ ഒത്തിരി ദൈർഘ്യമുള്ളതാണ്. ആ സമയത്ത് കുറച്ച് നേരം, ഒരു 5 മിനിറ്റോളം നേരം ഇവർ കോൺഗ്രിഗേഷൻ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേക്കുറിച്ച് ജോപ്പൻ ആശങ്കയോടെ പറഞ്ഞ, അച്ഛാ, ഇത്രയും മഹത്തായ ഉന്നതമായ കാര്യം നടക്കുമ്പോൾ, പ്രാർത്ഥനകൾ നടക്കുമ്പോൾ എങ്ങനെ ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്നു? അച്ഛന് സാധിക്കുമെങ്കിൽ അത് നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഉള്ളൊരു ശ്രമം ചെയ്താൽ നല്ലതാകുമെന്ന് അദ്ദേഹം അഭിപ്രായം പറയുകയുണ്ടായി. അതേപോലെ തന്നെ നമുക്കറിയാം, വലിയ പള്ളിയാണ്, 200ഓളം വീടുകളുണ്ട്. പക്ഷേ അനേകം ആളുകൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇരു സാദൃശ്യങ്ങളിലും കുർബാന കൊടുക്കുക സാധ്യമല്ല. ഇപ്പോൾ ജോപ്പൻ ഇത് പങ്കുവയ്ക്കുകയുണ്ടായി, സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്, ഇരു സാദൃശ്യങ്ങളിലും വിശുദ്ധ കുർബാനയും തിരുരക്തവും തിരുശരീരവും ഒരുമിച്ച് തരുവാൻ സാധിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ കത്തോലിക്ക വിശ്വാസത്തോടുള്ള ഒരു പ്രതിപത്തിയാണ്. അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, അധികം കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എനിക്ക് കൂടുതൽ ജോപ്പനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹം നവീകരണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനേകം അനുഭവങ്ങൾ അറിയുകയുണ്ടായി എന്നോട് പല സന്ദർഭങ്ങളിലായിട്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പല പ്രാവശ്യം പോകുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ ഭക്തിയായ ഒരു സ്ത്രീയാണ്. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വരും. ഇവർ കുടുംബസഹിതം കുർബാനയ്ക്ക് വരുന്നുണ്ട്. അമ്മയും ബ്രദർ ജോപ്പനും 2 കുഞ്ഞുങ്ങളും എല്ലാ ദിവസവും തന്നെ സാധിക്കുന്നിടത്തോളം കുർബാനയിൽ പങ്കെടുക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കുർബാനയിൽ അവർ കാണിക്കുന്ന പ്രത്യേകമായ താല്പര്യവും ഔത്സുക്യവും അത് എടുത്തു പറയേണ്ടതാണ്. എൻ്റെ പേര് വില്യം കുമാർ എന്നാണ്. അയ്മനം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് മെമ്പറാണ്. പഞ്ചായത്ത് തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1995 കാലഘട്ടങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ കാണുന്നത്, ഇദ്ദേഹം ഒരു ആഭാസനായിട്ടാണ് വെള്ളമടിച്ച് കള്ളുകുടിച്ച്
ഈ മതിൽക്കെട്ടിൻ്റെ മുമ്പിൽ മുകളിൽ കയറിയിരുന്നുകൊണ്ട് അതായത് അവരെ പിന്നെ ചിത്തൊളിക്കുക വളരെ അപഹാസ്യപരമായിട്ട് അച്ഛന്മാരെയും പ്രത്യേകിച്ച് അച്ഛന്മാരെയും വരെയാണ് പുള്ളിക്ക് വലിയ അലർജിയ. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ എന്തോ 995 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കൂടുവാനും ഞങ്ങൾ ഒന്നിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരു സാഹചര്യമുണ്ടായി. അത് നമ്മുടെ സെൻറ്റ് ആൻറ്റണീസ് പള്ളി, അവിടെ പോയി ഞങ്ങൾ വൈകുന്നേരം കൂടുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ എന്താണ് ചില ചരിത്രങ്ങൾ പറയുകയാണ്. ഞാൻ ഇന്ന ആളായിരുന്നു, അപ്പനോടുള്ള കലിപ്പോണ്ട് അപ്പനെ വരെ കുത്താനായിട്ട് കത്തിയെടുത്തൊരു വ്യക്തിയായിരുന്നു ഞാനിന്ന് ദൈവം എന്നെ പിടിച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല, എന്തോ എന്നെ ദൈവം പിടിച്ചു, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇന്ന് ജോപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർക്കും ജനങ്ങൾക്കും ഏറ്റവും വേണ്ടപ്പെട്ട, അതായത് ദൈവത്തിന് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാര്യം ആരൊക്കെ പുള്ളി തള്ളിപ്പറഞ്ഞു അവർക്കൊക്കെ ഇദ്ദേഹത്തിന് ഇപ്പോൾ വേണം. സമാധാനവും ശാന്തിയും ഉണ്ടാക്കുവാനായിട്ട് ജോപ്പനുണ്ടല്ലോ. ജോപ്പൻ അവർക്ക് വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. ബൈബിളിലൊരു വാക്യമുണ്ട്, അറിയോ? പിന്നെ മുമ്പന്മാർ പിൻപന്മാരാകും, പിൻപന്മാർ മുമ്പന്മാരാകും. ഞാൻ അന്ന് ഒന്നും അല്ലെങ്കിൽ തന്നെ ജോപ്പനുമായിട്ട് ഒരു താരതമ്യപ്പെടുത്തുന്ന കളിക്കാൻ ഞാൻ മുമ്പനായിരുന്നു. പക്ഷേ ആ മുൻപൻ ഇപ്പം പിൻപോട്ട് പോയിട്ട് ഇന്ന് ജോപ്പൻ മുൻപനായിരിക്കുകയാണ്. എനിക്കല്ല ആത്മാഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ജോപ്പനുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ അവസരത്തിലാണെങ്കിൽ തന്നെയും ഓരോ ദിവസവും നിസ്സാരമായ കുറ്റങ്ങളുണ്ടെങ്കിൽ തന്നെയും പുള്ളി അത് വിളിച്ച് പറയുമായിരുന്നു. അറിയാം എനിക്ക് തെറ്റ് പറ്റിയപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമായിരുന്നു. ഉടനെ പ്രാർത്ഥിക്കും, നിർബന്ധമായിട്ടും പുള്ളി പറയുമായിരുന്നു, പ്രാർത്ഥിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജോപ്പനെ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ആവശ്യമുണ്ട്. കാര്യം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 2 പടക് കിടക്കുന്നത് ഈശോ കണ്ടു. അതിൽ പത്രോസിൻ്റെ പടകിൽ ഈശോ കയറി. എന്നിട്ട് ഈശോ പറഞ്ഞു, കരയിൽ നിന്ന് അല്പം നിങ്ങൾ അകറ്റാൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതമാകുന്ന പടകിൽ ഈശോ കയറി കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, ജോപ്പൻ, നീ ലോകത്തിൽ നിന്ന് അല്പം നിൻ്റെ പടക് അകറ്റാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എൻ്റെ എല്ലാ മ്ലേച്ഛതകളെയും വെറുത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതമാകുന്ന വലയ നിറച്ച് ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയായി. എൻ്റെ സിസ്റ്റർ നല്ലൊരു ജീവിത അന്തസ്സിലേക്ക് ദൈവം വിളിച്ചു. അങ്ങനെ എൻ്റെ പിതാവ് ഇന്നേക്ക് 13 വർഷം മുമ്പ് യേശുപിതാവിൻ്റെ മരണത്തിരുന്നാളിൽ മാനസാന്തര അനുഭവത്തിൽ ഈ ലോകത്ത് നിന്ന് എല്ലാ കൂദാശകളും ഉൾക്കൊണ്ട് മാനസാന്തരപ്പെട്ട് മരണമടഞ്ഞു. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ ദൈവം നൽകി. അതിലൂടെ 2 കുഞ്ഞുങ്ങളെയും നൽകി. എൻ്റെ കുടുംബജീവിതവും ദൈവം ധന്യമാക്കി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനപ്പുറമുള്ള ഒരു നിത്യ ജീവനെക്കുറിച്ചുള്ള ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഒരു വിദ്യാർത്ഥി
എക്സാം എഴുതുവാൻ പരീക്ഷ ഹാളിൽ കയറി. 2 മണിക്കൂർ സമയമാണ് എക്സാമിൻ്റെ ടൈം. ആ 2 മണിക്കൂർ തീരുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് അവസാന ബെല്ലിനുള്ള സിമ്പിൾ തരും. വിദ്യാർത്ഥി ആൻസറെല്ലാം എഴുതി. അവൻ എഴുതിയത് പലതും നോക്കിയപ്പോൾ തെറ്റാണ്. വിദ്യാർത്ഥി തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന മണിക്കൂർ തീർന്നു. അവസാന ബെല്ലടിച്ചു. എക്സാമിനർ അവനോട് ആ പേപ്പർ തിരിച്ചു വാങ്ങുക. പ്രിയപ്പെട്ടവരെ, ജീവിതമാകുന്ന പേപ്പർ എൻ്റെയും നിങ്ങളുടെയും ഈശോ തിരിച്ചു വാങ്ങുന്ന ഒരു നേരമാണ് മരണം. ഇപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേപ്പറിൽ പാപക്കറ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കത്തോലിക്ക സഭയുടെ ധ്യാനകേന്ദ്രങ്ങളിൽ കടന്നു ചെന്ന് നല്ലൊരു ധ്യാനം കൂടി ഈ ജീവിതമാകുന്ന പേപ്പറിൽ എന്തെങ്കിലും തിരുത്തുവാനുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ വെച്ച് തന്നെ നിങ്ങൾ തിരുത്തി ആ നിത്യ രാജ്യത്തിൽ ഓരോ മദ്യപാനിയും എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.